ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. നല്ല ഇൻട്രസ്റ്റോടുകൂടി കുറേ പേര് പഠിക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം അവരുടെ മെസ്സേജ് കാണുമ്പോൾ എനിക്കറിയാം, സാറേ ക്ലാസ് ഇട് എന്ന് പറഞ്ഞ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ മക്കളെ, നല്ല തിരക്കുണ്ട്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ അങ്ങ് വിടാൻ പറ്റത്തില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനത്തെ ടിപ്സും ഇട്ട് ഞാൻ വരാം. ഫുൾ ക്ലാസ്സായിട്ട് വേണ്ട കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് വരും. എന്നിട്ട് ഒരു ഹായ് അയച്ചാൽ മതി. എന്നിട്ട് സേ ആണെന്ന് കൂടെ ഒന്ന് മെസ്സേജ് അയച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മക്കളെ, നേരത്തെ ലാസ്റ്റ് ഇട്ട വീഡിയോ പോലെ തന്നെ സിമ്പിളായിട്ട് മറ്റൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി കേട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങളും. അപ്പോൾ ആ ചാപ്റ്ററിലെ തന്നെ ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ആ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാനാണ് കേട്ടോ. അതും 2x2 മെട്രിക്സിൻ്റെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. 3x3യുടെ വഴിയെ പയ്യെ ഇടാം. ഓക്കെ, ഇതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനം എല്ലാവരും വാങ്ങിയിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്നോ ചേട്ടൻ്റെ കയ്യിൽ നിന്നോ ചേച്ചിയുടെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഈ ഒരു മാസത്തേക്ക് എക്സാം കഴിയുന്നവരെ, മാത്സിൻ്റെ എക്സാം കഴിയുന്നവരെ നിങ്ങളുടെ കയ്യിൽ അത് കാണണം. മൊബൈൽ യൂസ് ചെയ്യണ പോലെ അത്ര എളുപ്പമല്ല. നിങ്ങൾ കണ്ടു കാണാം ഇങ്ങനത്തെ ഒരു സാധനം. ഇത് തന്നെ വേണമെന്നില്ല. ഈ 82 MS എന്ന് പറയുന്ന കാൽക്കുലേറ്റർ നോക്കി വാങ്ങിയാൽ മതി കേട്ടോ. ഈ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ കാൽക്കുലേറ്റർ കൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറാമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ അത് കാൽക്കുലേറ്റർ എന്താണ്, അതിലെന്താണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് വേണം കാൽക്കുലേറ്ററുമായിട്ട് ചെല്ലാൻ. കാരണം ഇതിൻ്റെ അകത്ത് കുറേ സ്വിച്ചുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞെക്കിയാൽ മതി എന്നുള്ളതല്ല. മൊബൈലിൽ കാണിക്കണ പോലെ അതിൻ്റെ അകത്തൊരു ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട്, കാരണം മൊബൈലിൽ നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ കറക്റ്റ് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് അടിക്കുമ്പോൾ കറക്റ്റ് കിട്ടത്തില്ല. മൊബൈലിൽ AI എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആൻസർ കറക്റ്റ് തന്നെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പഠിക്കണം. ബ്രാക്കറ്റ് രണ്ടിടത്ത് ബ്രാക്കറ്റ് ഇടണം, പ്ലസ് രണ്ടിടത്ത് പ്ലസ് ഇടണം, മൈനസ് രണ്ടിടത്ത് മൈനസ് ഇടണം. ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ച് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഈ കാൽക്കുലേറ്റർ എടുത്ത് കൈ പിടിക്കുക. പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള പരിപാടിയായിട്ട് ഞാൻ പറയണേ. കാൽക്കുലേറ്റർ എടുത്ത് കൈ പിടിക്കുക. ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പോകണം നോക്കുകയാണേ. ഇവാലുവേറ്റ്, ഈ ഒരു സാധനം കണ്ടുപിടിക്കാനാണ് നിങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം. ഒരു ഡാഷ് ഇട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം ഇവാലുവേറ്റ്. പക്ഷെ ഇങ്ങനെയല്ല ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പുറകെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിക്കോണേ മക്കളെ. ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് ഓരോന്ന് ശ്രദ്ധിച്ചോണം. മനസ്സിലായാലും നേരെ ബാക്ക് അടിച്ച് ഒന്നുകൂടെ കേൾക്കുക, തിരിച്ചു വന്ന് ക്ലാസ് കാണാം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇത് കണ്ടോ, ഈ ഡയഗണൽ അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഒരു മൈനസ് ഇടുക, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. നമ്മുടെ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നതേ, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. കണ്ടല്ലോ ബട്ടർഫ്ലൈ. ആദ്യം ഇത് കേട്ടോ, ആദ്യം ഇത് പിന്നെ ഇത്, ബട്ടർഫ്ലൈ എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, തുടങ്ങാൻ പോണേ. 2 × 2 വേണമെങ്കിൽ ആദ്യം ആയതുകൊണ്ട് ഞാനത് വേണം എഴുതാം. 2 × 2 മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു മൈനസ് ഇടണം, വീണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ എന്താ സാധനമാണ് നടക്കുന്നത് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × -1. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളവർ തെറ്റിച്ച് കളയല്. കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് ഈ കിടക്കുന്ന പോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഈ കിടക്കുന്ന പോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഈ ബ്രാക്കറ്റ് കണ്ടല്ലോ, ബ്രാക്കറ്റ് ഇടുക, ബ്രാക്കറ്റിനകത്ത് 2 × 2 അടിക്കുക. ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട് കണ്ട, ഈ കാൽക്കുലേറ്ററിനകത്ത് കണ്ട ബ്രാക്കറ്റ് ഇടുക. ആദ്യം ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് 2 ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു അടിക്കുക, വീണ്ടും 2 ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, മൊബൈൽ യൂസ് ചെയ്യേണ്ടവരല്ലേ, പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 2 × 2 ബ്രാക്കറ്റിനകത്ത് അടിക്കുക, ഒരു മൈനസ് ഇടുക, 4 × -1 ബ്രാക്കറ്റിനകത്ത് അടിക്കുക. ബ്രാക്കറ്റ് വേണം, തെറ്റിച്ച് കളയിൽ. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 4 + 4 എന്ന് കിട്ടും. ആൻസർ 8 കിട്ടിക്കാണും. കറക്റ്റായിട്ട് കാൽക്കുലേറ്ററിൽ 8 കിട്ടിക്കാണും. അല്ലാത്തവർക്ക് ഇത് ചെയ്യാം, വളരെ എളുപ്പം. ഞാൻ പറഞ്ഞാൽ തെറ്റിച്ച് കളയില്ല, ഒരു കുട്ടി പോലും തെറ്റിച്ച് കളയില്ല. അതുകൊണ്ടാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറയണത്. ഓക്കെ അല്ലേ, എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായവർ വീഡിയോ പോസ്റ്റ് ആക്കിയിട്ട് ചെയ്ത് നോക്കി, പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടും. എന്ത് ചെയ്യണം, ആദ്യം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക,
ബ്രാക്കറ്റ് ഇട്ടു 2 ഇൻറ്റു -1 എന്നിട്ടൊരു മൈനസ് ഇട്ടിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക 4 ഇൻറ്റു -5. സോ ആൻസർ -2 + 20 എന്ന് കിട്ടും. 20 2 പോയാൽ 18. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തൊരു സാധനം. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം. എന്തോ വലിയ സാധനം ചോദിച്ചിട്ടുണ്ട്, അയ്യോ പണിയായി, പ്രശ്നമായി. ചെയ്യുന്നത് നോക്കി പഠിച്ചു. ഇതിനകത്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം കോസ് തീറ്റ സൈൻ തീറ്റ ഒന്നും കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ചെയ്യുന്ന ട്രിക്ക് നോക്കിക്കോണേ. മറ്റേ പരിപാടി തന്നെ. ആദ്യം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, മൈനസ് ഇടുക, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, ചെയ്യാൻ പോവാണേ. ആദ്യം ഇത് തമ്മിൽ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ബ്രാക്കറ്റ് ഇട്ടു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, എന്നിട്ടൊരു മൈനസ് ഇട്ടു. എന്നിട്ട് ഏതാണ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, അല്ലെങ്കിൽ മൈനസ് ഏത് വേണമെങ്കിൽ ഇതിനകത്ത് ആദ്യം എടുക്കാം കേട്ടോ. ഇത് വേണോ ഏത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് തമ്മിൽ ആദ്യം ഇൻറ്റു ചെയ്യാവുള്ളൂ, ഇത് തമ്മിൽ രണ്ടാമത് ഇൻറ്റു ചെയ്യാവുള്ളൂ. സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, അല്ലെങ്കിൽ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. എക്സും കൂടി ഇൻറ്റു ചെയ്ത എക്സ് സ്ക്വയർ അല്ലേ? രണ്ടും കൂടി ഇൻറ്റു ചെയ്ത 2ൻ്റെ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കോസും കൂടി ഇൻറ്റു ചെയ്താൽ എന്ത് വരും? കോസിൻ്റെ സ്ക്വയർ, കോസ് സ്ക്വയർ തീറ്റ. സൈനും കൂടി ഇൻറ്റു ചെയ്ത് എന്ത് വരും? സൈൻ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, അതെ മൈനസും കൂടെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പ്ലസ് ഇട്ടോണം. മൈനസും അടുപ്പിച്ച് പ്ലസ് ഇട്ടോണം. സൈനും കൂടെ വന്നാൽ സൈൻ സ്ക്വയർ. ഇനി ഇതേ നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ 10ാം ക്ലാസ് തൊട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ വന്നാൽ 1 ആണ് ആൻസർ. ഇപ്പോഴേ പഠിച്ചോ. സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യാൻ വന്നാലോ, തിരിച്ച് കോസ് സ്ക്വയറോ സൈൻ സ്ക്വയറോ തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാലോ ആൻസർ 1. മൈനസ് ചെയ്യാൻ വന്ന 1 അല്ല കേട്ടോ, പ്ലസ് ചെയ്യാൻ വന്നാൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. സിമ്പിളാണ്, ചെയ്ത് പഠിച്ചോ. ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് പഠിച്ച് സെറ്റാക്കിയെങ്കിൽ എക്സാമിന് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിന് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന്, 4 മാർക്കിന് ചോദിക്കത്തില്ല. 4 മാർക്കിന് ചോദിക്കാൻ ഓൾറെഡി വേറെ സാധനമുണ്ട്. 3 മാർക്കിന് ഇത് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. ശ്രദ്ധിച്ചിരുന്നോണം. നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ കേട്ടോ. നോക്കിക്കോണേ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻറ്റ് 2a = 4 ഡിറ്റർമിനൻറ്റ് തെളിയിക്കണം. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് LHS, ഇത് നമ്മുടെ RHS. ഇത് രണ്ടും സെയിം ആണെന്ന് തെളിയിക്കാൻ പോകണേ. ആദ്യം നമുക്ക് 2a ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. മക്കളെ ശ്രദ്ധിച്ചോണം, 2a ഡിറ്റർമിനൻറ്റ്. അപ്പം ഞാൻ ആദ്യം LHS എഴുതി കൊടുക്കാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? 2a ഡിറ്റർമിനൻറ്റ്. അപ്പോൾ 2a വേണ്ടേ? a ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2a എഴുതാൻ പോവാണേ. 2a ഡിറ്റർമിനൻറ്റ് നോക്കിക്കോണേ. ഡിറ്റർമിനൻറ്റ് നോക്കിക്കോണം. 2a ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഞാൻ 2a കണ്ടുപിടിക്കണമല്ലോ. 2a നമുക്ക് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഡിറ്റർമിനൻറ്റ് എഴുതാം. ആദ്യം ഞാൻ 2a എഴുതാൻ പോവാണേ. 2a എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ 2a എന്ത് വരും? ഇതിൻ്റെ എല്ലാം ഇരട്ടി. ഇതിനെല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. a എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ 2a എന്ന് പറയുമ്പോൾ ഇതിനെല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3a എന്ന് പറയുമ്പോൾ ഇതിനെല്ലാത്തിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 എഴുതാൻ പോവാണേ. 1 × 2 2 × 2 എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്ത് വരും? 2 4 8 4 കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണേ. ഡിറ്റർമിനൻറ്റ് 2a എന്ത് വരും? ഡിറ്റർമിനൻറ്റ് ഇടുക, എന്നിട്ട് ഈ സാധനം അതേപോലെ ഇരിക്കുക. 2 4 8 4. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇട്ട് കഴിഞ്ഞ്, ഇതാണ് ഡിറ്റർമിനൻറ്റ്. ഈ സിമ്പിൾ ഇട്ട് കഴിഞ്ഞ് ഇതിനൊരു ആൻസർ ഉണ്ട്. ഇത് നോക്കിക്കോണേ. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 × 4 പഴയ പോലെ മൈനസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 8 × 4. സോ 2 × 4 8 - 32 -24 കാൽക്കുലേറ്റർ കിട്ടിക്കാണും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തപ്പോൾ കിട്ടിക്കാണും. ഇതൊക്കെയാണല്ലോ. LHS കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മുടെ റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പോകണേ. റൈറ്റ് സൈഡ് തന്നെ മക്കളെ 4 കൊണ്ട് ഡിറ്റർമിനൻറ്റ് a മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് ഡിറ്റർമിനൻറ്റ് a മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കോണേ. 4 കൊണ്ട് ഡിറ്റർമിനൻറ്റ് RHS അല്ലേ, 4 കൊണ്ട് ഡിറ്റർമിനൻറ്റ് a മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർമിനൻറ്റ് a വേണ്ടേ? ഡിറ്റർമിനൻറ്റ് a വേണം. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് a കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് a കണ്ടുപിടിച്ചിട്ട് നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഡിറ്റർമിനൻറ്റ് a എന്ന് പറയുമ്പോൾ a ഏതായിരുന്നു? 1 2 4 2. 1 2 4 2 ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ.
നേരത്തെ പോലെ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, 1 × 2 മൈനസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, 4 × 2. അപ്പോൾ എത്ര വരും? 2 - 8 സോ -6. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ അറിയണം. ഇനിയാണ് നമുക്ക് വേണ്ടത് എന്ത്? 4 × ഡിറ്റർമിനൻ്റ്. 4 കൊണ്ട് ഈ സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × ഡിറ്റർമിനൻ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4 കൊണ്ട് ഇതിനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ. പറയുന്നത് മനസ്സിലായ? ഇവിടെ എന്താണ്? 2a ഡിറ്റർമിനൻ്റ് അകത്താണ്. അപ്പോൾ നമ്മൾ 2a കണ്ടുപിടിച്ചിട്ട് വേണം ഡിറ്റർമിനൻ്റ് എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ 2 വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ എന്താണ്? ഡിറ്റർമിനൻ്റെയുടെ പുറത്തല്ലേ 4. അപ്പോൾ ആദ്യം നമ്മൾ ആ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് വേണം 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ. തെറ്റിപ്പോലെ ഈ 4 കൊണ്ട് ഓരോന്നിനും ഇൻറ്റു ചെയ്ത് വെക്കില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റണത്. സംഭവം മനസ്സിലായ? ഡിറ്റർമിനൻ്റ് അകത്ത് 2a ആണെങ്കിൽ ആദ്യം 2a കണ്ടുപിടിച്ചിട്ട് വേണം ഡിറ്റർമിനൻ്റ് എടുക്കാൻ. ഡിറ്റർമിനൻ്റ് പുറത്താണൊരു സാധനമെങ്കിൽ ഈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണേ? 4 × ഡിറ്റർമിനൻ്റ്. 4 × ഡിറ്റർമിനൻ്റ് ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? -6. സോ എത്ര കിട്ടി? -24. മക്കളെ ഇവിടെ നോക്കി, 4 ഡിറ്റർമിനൻ്റ് -24 കിട്ടി, ഡിറ്റർമിനൻ്റ് 2a -24 കിട്ടി. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം therefore LHS = RHS. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണ്. therefore hence proved അല്ലേ? therefore വേണ്ട, hence proved. നമ്മൾ പ്രൂവ് ചെയ്തു. സിമ്പിൾ പരിപാടി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വിട്ടുകളയിൽ പഠിച്ചോണം. ഇങ്ങനെയാണ് ഓരോന്നോരോന്ന് പഠിച്ച് സെറ്റാക്കി പോകുന്നത് കേട്ടോ. ഡിറ്റർമിനൻ്റ് ഒരു വലിയ ചാപ്റ്ററാണ്. എസ്എ ക്വസ്റ്റ്യൻ്റെ അന്നാണ് വരുന്നത്. കുറച്ച് കൂടുതലുണ്ട് പഠിക്കാൻ. കുറച്ച് വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, ഫുൾ പഠിച്ച് ഡബിൾ പാസിൻ്റെ അപ്പുറം മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ താഴെ ഞാനൊരു പിൻ ചെയ്തിട്ടുണ്ട് ഒരു ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകും. അതിലൊരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.